ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈസ്റ്റ് കേരള ഡയസിസിൻ്റെ 41ാമത് കൺവെൻഷനോട് ചേർന്ന് ദൈവവചനം പങ്കിടുവാൻ എനിക്ക് ലഭിച്ച അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. വേദിയിലായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ KJ ഡാനിയൽ ബിഷപ്പ്, മറ്റു സഭാ ശുശ്രൂഷകന്മാർ, ഫ്രാൻസിസ് തിരുമേനിയുടെ കൊച്ചമ്മ, സഭാജനങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എന്നെ ഈ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച മഹായിടവയുടെ ചുമതലപ്പെട്ടവരോടുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചുവല്ലോ. ഈ രാത്രിയിലും ദൈവവചനം നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമായ ദൈവവചനം നമ്മെ പണിയുവാനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് ഭരമേൽപ്പിക്കാം. തലകളെ വണക്കി പ്രാർത്ഥനയോടുകൂടെ ദൈവവചന കേൾവിക്കായിട്ട് നമ്മെ ഒരുക്കാം. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ, സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ, ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. രോഗപീഠകളിൽ മാനസവ്യാധികളിൽ, രോഗപീഠകളിൽ മാനസവ്യാധികളിൽ സൗഖ്യവും ശാന്തിയും കനിഞ്ഞരുളി എന്നെ നയിക്കണമേ. സൗഖ്യവും ശാന്തിയും കനിഞ്ഞരുളി എന്നെ നയിക്കണമേ. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ആത്മവരങ്ങളിനാ എന്നെ നിറയ്ക്കണമേ, ആത്മവരങ്ങളിനാ എന്നെ നിറയ്ക്കണമേ. ലോകശക്തിയെ ജയിക്കുവാൻ
ശക്തിയെ ജയിക്കുവാനായി പിന്മഴ പൊഴിയണമേ. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, ഇറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. സ്വർഗീയ പിതാവേ, ജീവനെ തന്ന് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹമേ, ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ഞങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായി ജീവിക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു. അതിനായി അവിടെ നൽകിയ ജീവന്റെ വചനത്തിനായി സ്തോത്രം. കഴിഞ്ഞ 40 വർഷക്കാലം ഈ പ്രദേശത്ത് മുഴങ്ങിക്കേട്ട ദൈവവചനത്തിനായി സ്തോത്രം. ശുശ്രൂഷിച്ച അവിടുത്തെ വിശുദ്ധ മക്കൾക്കായി നന്ദി പറയുന്നു. പിതാവേ, ഈ രാത്രിയിലും അങ്ങയുടെ ശബ്ദം കേൾപ്പാൻ ഞങ്ങളിതാ വരുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ സകല നന്മകളാലും അവിടെ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ തകർച്ചകൾ, ഞങ്ങളുടെ ബലഹീനതകൾ സകലത്തെ നീക്കുന്ന അവിടുത്തെ വചനത്തിൻ്റെ ശക്തി ഈ രാത്രികാലം മുഴങ്ങിക്കേൾക്കട്ടെ. ഈ പന്തലിനുള്ളിലും ഓൺലൈനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരിലും വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളക്കുവാൻ കഴിയാത്ത അവിടുത്തെ വല്ലഭത്തുള്ള വ്യാപാര ശക്തി ഈ രാത്രിയിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ പ്രവൃത്തികൾ നാസറേനായ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. അങ്ങയുടെ നാമത്തെ ഈ രാത്രിയിൽ മഹത്വപ്പെടുത്തണം. തിരുവചന കേൾവിക്കായി ഞങ്ങളുടെ ചെവികളെ തുറക്കണം. അവിടുത്തെ വചനത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകൾ അവിടുന്ന് പ്രകാശിപ്പിക്കണം. തിരുവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണം. സകല മഹത്വവും അവിടത്തേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. മത്തായി 16:18. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പലരുടെയും മനസ്സിൽ ഈ വാക്യം അടിഞ്ഞുകൂടി കിടക്കുന്ന മറ്റൊരു വിധത്തിലാണ്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ്. എന്നാൽ തിരുവചനം പറയുന്നത് നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഏതാണ് അവിടെ ഉദ്ദേശിക്കുന്ന പാറ? തൊട്ട് മുമ്പേ പത്രോസ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. കർത്താവ് പറഞ്ഞത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ പിതാവാണ് ഇത് വെളിപ്പെടുത്തി തന്നത്. അതെ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ശാശ്വത പാറ, പിളർക്കപ്പെട്ട പാറയിൽ സഭ പണിയപ്പെടും. ഞാൻ എൻ്റെ സഭയെ
പണിയും. ഇപ്പൊ കർത്താവിന് സഭയുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പറയും, ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണം. കർത്താവ് ഇപ്പോൾ സഭയ്ക്ക് വെളിയിലാണ്. നമ്മൾ ലവോദിക്കയിൽ വായിക്കും പോലെ, ഞാൻ വാതിക്കൽ നിന്നും മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, പാവിയോടല്ല പറയുന്നത്, ലവോദിക്ക സഭയോടാ, ഞാനൊന്ന് അകത്ത് പ്രവേശിക്കുമായിരുന്നു. അപ്പോൾ പത്രോസ് തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. എൻ്റെ മേലല്ല സഭ പണിയുന്നത്. എന്തിനാണ് സഭ പണിയുന്നതും കർത്താവ് എന്തിനാണ് സഭയെ പണിയുന്നതെന്നും പത്രോസ് വ്യക്തമാക്കിയിരിക്കുന്നു. 1 പത്രോസ് 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. 1 പത്രോസ് 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്, യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗം ആകേണ്ടതിന് പണിയപ്പെടുന്നു. സഭയുടെ ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്നാണ് കർത്താവ് എന്നെ ഇതിനെ പഠിപ്പിച്ചത്. എന്താണ് ക്രിസ്തുവിന്റെ സഭ? മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട്. ആരാണ് യേശുക്രിസ്തു? മനുഷ്യർ തള്ളിക്കളഞ്ഞ കല്ലാണ്. യേശുവിന്റെ ശുശ്രൂഷ കാലത്ത് യേശുവിന്റെ രോഗശാന്തി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ യേശു എപ്പോഴെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അന്നത്തെ മത നേതൃത്വം കമ്മിറ്റി കൂടിയിട്ടുണ്ട്. ഇവനെ എങ്ങനെ നശിപ്പിക്കാം, ഇവനെ എങ്ങനെ നശിപ്പിക്കാം. മനുഷ്യർ തള്ളിക്കളഞ്ഞ കല്ല്. ഒടുവിൽ അവനെ ക്രൂശിച്ചപ്പോൾ ഒരു സമാധാനമായി. പക്ഷെ അത് അധിക ദിവസം നീണ്ടു നിന്നില്ല. 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവന്റെ അടുക്കൽ വന്നിട്ട്, ആരുടെ അടുക്കൽ? പത്രോസിന്റെ അടുക്കലല്ല. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ലായ ജീവനുള്ള കല്ലായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം അഥവാ ആത്മീക ആരാധന കഴിപ്പാൻ തക്ക പുരോഹിത വർഗം ആകേണ്ടതിന് പണിയപ്പെടുന്നു. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ അതെ 9-ാം വാക്യത്തിൽ നമ്മുടെ പൊസിഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. അതാണ് അപ്പോയിൻമെൻറ്റ്. പക്ഷേ ആ അപ്പോയിൻമെൻറ്റിൽ പ്രൊബേഷണൽ പീരീഡിലാണ് നമ്മൾ. ആ അപ്പോയിൻമെൻറ്റിലേക്ക് നമ്മെ കർത്താവ് പണിയുന്നു. ഞാൻ വളരെ കാലം പാടിക്കൊണ്ട് നടന്ന ഒരു പാട്ടാണ്, തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരിഹിതം പോൽ നടത്തണമേ, കുശവന്റെ കയ്യിൽ കളിമണ്ണ് ഞാൻ, അനുദിനം നീ പണിയണമേ. കുറേ കാലം കഴിഞ്ഞു, ഇച്ചിരി പ്രസംഗിക്കാനൊക്കെ അറിയാം, വചനത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പണിയൊന്നും ഇല്ല, കർത്താവ് എന്നെ പണിത് കഴിഞ്ഞു, അതുകൊണ്ട് ആ പാട്ടങ്ങ് നിർത്തി. പക്ഷേ കർത്താവ് പറഞ്ഞു, നിന്നെ പണിത് തീർന്നിട്ടില്ല, നിന്നെ പണിത് തീർന്നിട്ടില്ല, നിന്നെ പണിത് തീർത്ത് നിന്റെ പണിയും തീരുമ്പോൾ നിന്നെ അങ്ങ് ഞാൻ വിളിക്കും. അപ്പോൾ പിന്നെ ഞാൻ പാടാൻ തുടങ്ങി, അനുദിനവും നീ എന്നെ പണിയണമേ. ഇപ്പോഴും ഞാൻ പാടാറുണ്ട്, അവിടെ നിന്ന് എന്നെ പണിയണമേ. അതെ, അവിടെ നിന്ന് എന്നെ പണിയുന്നതിനോടൊപ്പം അവിടുത്തെ കൂട്ടുവേലക്കാനായി അനേകർക്ക് ദൈവത്തിൻ്റെ വചനം പങ്കിടുവാൻ കർത്താവ് എന്നെ ആക്കി വച്ചിരിക്കുന്നു. എനിക്ക് അത് നന്നായി അറിയാം. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന, ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് പണിയുക എന്ന് പറയുമ്പോൾ അവിടെ ആരെയാണ് പണിയുന്നത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ സഭയെ പണിയുന്നത് ക്രിസ്തുവാണ്. ആ സഭയുടെ ഒരു പ്രത്യേകത, ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ചവരാണ് അവർ. ക്രിസ്തു വന്നത് ജീവൻ നൽകുവാനാണ്, ജീവൻ നൽകുവാൻ. യോഹന്നാൻ
തൻ്റെ സുവിശേഷം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ. യോഹന്നാൻ 20-30-31 വാക്യങ്ങൾ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ അനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതെഴുതിയിരിക്കുന്നു. വിശ്വസിക്കാൻ മാത്രമല്ല, വിശ്വസിച്ചിട്ട് ജീവൻ ഉണ്ടാകണം. എന്താണ് ഈ ജീവൻ? യേശു ഈ ജീവനെ കുറിച്ച് പറഞ്ഞു. യോഹന്നാൻ 10:10 നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഇത് കേട്ട യഹൂദജനം പറഞ്ഞു, ഇവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇവൻ അസല് വട്ടാണ്, ഇവൻ ഭൂതം പിടിച്ചവനാണ്. കാരണം നമുക്കൊന്നും ജീവനില്ല പോലും, ഇവൻ ജീവൻ തരാൻ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം. യോഹന്നാൻ 10:19 അവരുടെ പ്രതികരണം. ഈ വചനം നിമിത്തം യഹൂദന്മാരുടെ ഇടയിൽ പിന്നെയും ഭിന്നതയുണ്ടായി. എന്താ പിന്നെയും എന്ന് പറയാൻ കാര്യം? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. എപ്പോഴെല്ലാം യേശു സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ആകെ പ്രശ്നം വന്നിട്ടുണ്ട്. അവരിൽ പലരും അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാണ്, അവന്റെ വാക്ക് കേൾക്കുന്ന എന്തിനെന്ന് പറഞ്ഞു. യേശുവിന് കിട്ടിയ ഇരട്ട പേരാ. ഞാൻ വന്നത് ജീവൻ നൽകാനാണെന്ന് പറഞ്ഞപ്പോൾ യേശുവിന് കിട്ടിയ ഇരട്ട പേരാ. ഇവൻ ഭൂതം പിടിച്ചവനാണ്, ഇവൻ മാനസിക രോഗിയാണ്, ഭ്രാന്തനാണ്, അവന്റെ വാക്കെന്തിനാണ് കേൾക്കുന്നത്? എന്താണ് യേശു നൽകുന്ന ജീവൻ? കഴിഞ്ഞ ഞായറാഴ്ച സൃഷ്ടിയുടെ വീഴ്ചയെക്കുറിച്ച് ആണ് നമ്മൾ ഞായറാഴ്ച ആലയങ്ങളിൽ ചിന്തിച്ചതെന്ന് ഞാൻ കരുതുന്നു. എന്താണ് വീഴ്ച സംഭവിച്ചത്? മരിച്ചു വീണു. ദൈവം മനുഷ്യനോട് പറഞ്ഞു, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. സാത്താൻ പറഞ്ഞു, ഷുവർലി യു വിൽ നോട്ട് ഡൈ. ഗ്യാരണ്ടിയാണ്, നിശ്ചയമായി നിങ്ങൾ മരിക്കത്തില്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ദൈവത്തെ പോലെ ആകുമെങ്കിൽ ഒന്ന് കഴിച്ചു കളയാം. കഴിച്ചു, ശരീരത്തിൽ മരിച്ചില്ല, ദേഹിയിൽ മരണം സംഭവിച്ചു. ഉൽപ്പത്തി 2:7 മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവിടെ പറയുമ്പോൾ, നേരത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ നിർമ്മിച്ചുണ്ടാക്കി, അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി. മാൻ ബിക്കേം എ ലിവിംഗ് സോൾ, നോട്ട് എ ബോഡി. ജീവനുള്ള ദേഹിയായി മാറി. പാപം ചെയ്തപ്പോൾ ശരീരം മരിച്ചില്ല. എസ്കേൽ 18:4 ഇപ്രകാരം വായിക്കുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ആത്മീക ലോകവുമായി ഒരു ബന്ധമില്ലാത്ത രീതിയിൽ മനുഷ്യൻ മാറുന്നു. സ്വർഗം, നരകം, ദൈവം, പിശാച് ഇതൊക്കെ പറഞ്ഞാൽ നോ ഫീലിംഗ്. കാരണം മരിച്ചിരിക്കുക, ആത്മീകമായി മരിച്ചിരിക്കുക. ഞങ്ങളുടെ പാട്ടോസിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, കാഴ്ച കേൾവി ഉഷ്ണം രുചി സന്തോഷവും പോയേ. കാഴ്ച കേൾവി ഉഷ്ണം രുചി സന്തോഷവും പോയേ. കർത്തനെ നിൻ രൂപമാക്കി തീർക്കായ എന്നെ നീയേ. എല്ലുപോലുണങ്ങിപ്പോയേൻ ജീവനില്ലാതായേൻ. എല്ലുപോലുണങ്ങിപ്പോയേൻ ജീവനില്ലാതായേൻ. ഏറെ ശക്തിയുള്ള കാറ്റ് വന്നുതുക നീയേ. ഏറെ ശക്തിയുള്ള കാറ്റ് വന്നുതുക നീയേ. വീണ്ടും ജനിപ്പിക്ക എന്നെ മാ പരിശുദ്ധാത്മാ, മാ വല്ലഭാദേവാത്മാ. വീണ്ടും ജനിപ്പിക്ക വേദവാക്കിനാൽ ദേവാത്മാ. സ്പിരിച്വൽ സെൻസ് ഓർഗൻസ് എല്ലാം ഡെഡായി. ആത്മീയ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ഡെഡായി. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് എല്ലാം, സെൻസേഷൻ എല്ലാം പോയി. ആത്മീകമായ സെൻസേഷൻസ് പോയി. ദൈവവചനത്തിൽ ആനന്ദിക്കുവാനായി കഴിയുന്നില്ല, സന്തോഷിക്കുവാനായി കഴിയുന്നില്ല. അത് കഷായം കുടിക്കും പോലെ ഇരിക്കുന്നു. രുചിയൊക്കെ പോയി. ദൈവശബ്ദം കേൾപ്പാൻ കഴിയുന്നില്ല. ദൈവനാമ മഹത്വത്തിനു വേണ്ടി
അതെ, ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി കഴിയുന്നില്ല. ഡെഡായി പോയി. അവിടെ ജീവൻ തരാനാണ് കർത്താവ് വന്നത്. അതാണ് പത്രോസ് മനസ്സിലാക്കിയിട്ട് ഇവിടെ പറയുന്നത്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്, ജീവന്റെ ഉറവിടമായവന്റെ അടുക്കൽ വന്നിട്ട്, യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട്, നിങ്ങളും ജീവനുള്ള കല്ലുകളെന്ന പോലെ പിതാവായ ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ യേശുക്രിസ്തു മുഖാന്തരം പണിയപ്പെടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, കർത്താവ് പണിയുന്ന ഒരു സന്തോഷം ഉള്ളിലുണ്ടോ? കർത്താവിനെ പണിതുകൊണ്ടിരിക്കുക. തൻ്റെ വചനത്താൽ, തൻ്റെ ആത്മാവിനാൽ, തൻ്റെ ജീവരക്തത്താൽ അവൻ അനുദിനവും എന്നെ പണിതുകൊണ്ടിരിക്കുന്നു. ആ ഒരു അനുഭവം ഉണ്ടെങ്കിൽ കർത്താവ് വരുമ്പോൾ പോകും. കാരണം ഈ ഭൂമിയിലെ ഒരു സഭയുടെ ബോർഡും സ്വർഗത്തിൽ കാണൂല. നമ്മൾ അവിടെ ചെന്നിട്ട് ഈസ്റ്റ് കേരള ഡയസിസിൽ ഉള്ളവരെല്ലാം എവിടെയാണ്? അയ്യോ, അങ്ങനെ ഇവിടെ ഒരു പരിപാടി ഇല്ലല്ലോ. ഈ ബോർഡുകളും ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. അവിടെ യേശുവിൻ്റെ ജീവൻ പ്രാപിച്ചവരുടെ പ്രവേശന സ്ഥലമാണ്, വാസസ്ഥലമാണ് അത്. ഹല്ലേലൂയ. ജീവൻ പ്രാപിക്കേണ്ടതിനും മാത്രമല്ല, ആ പണി എന്തിനാണെന്നാണ് പറയുന്നത്? വിശുദ്ധ പുരോഹിത വർഗം ആകേണ്ടതിന് പണിയപ്പെടുന്നു. അതെന്തുവാ അങ്ങനെ ഒരു ഫ്യൂച്ചർ ടെൻസിലും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ എപ്പോഴാണ് ഈ രാജകീയ പുരോഹിത ശുശ്രൂഷ നിർവഹിക്കേണ്ടത്? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. രണ്ടാം മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല. അവർ ക്രിസ്തുവിനും ദൈവത്തിനും പുരോഹിതന്മാരായി 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാഴും. അതിനുവേണ്ടിയാ ഇവിടെ ഈ പണി. ദൈവവചനം നൽകി, പരിശുദ്ധ വചനം നൽകി, പരിശുദ്ധാത്മാവിനെ നൽകി, പരിശുദ്ധ രക്തം നൽകി പണിയുകയാണ്. ഈ 3 കാര്യത്തെയും വിലമതിക്കാതെ പോയാൽ, സൗജന്യമായി ലഭിച്ച ഈ 3 കാര്യത്തെയും വിലമതിക്കാതെ പോയാൽ ശിക്ഷ അതികഠിനമായിരിക്കും. എബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം 29-ാം വാക്യം. എബ്രായർ 10:29. ദൈവത്തിനെ ചവിട്ടിക്കളയുകയും നമ്മെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രനാകും. 3 വിലപ്പെട്ട ദാനങ്ങൾ സൗജന്യമായി നൽകിക്കൊണ്ടാണ് ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗം കഴിപ്പാൻ തക്കവണ്ണം ക്രിസ്തു നമ്മെ പണിയുന്നത്. ജീവനുള്ളതിനെ പണിയുള്ളൂ, മരിച്ചതിനെ പണിയൂല. ജീവനുള്ളതിനല്ലേ ചികിത്സിക്കത്തുള്ളൂ. മരിച്ചു പോയാൽ അല്പം നോക്കും ജീവിക്കാൻ പറ്റുമോയെന്ന്, ഇല്ലെങ്കിൽ പതുക്കെ മുഖത്തൂടെ തുണി അങ്ങ് വലിച്ചിടും. ജീവൻ പോയി, ഇനി ചികിത്സിക്കാൻ പറ്റത്തില്ല. ജീവനുണ്ടോ? പണിയും. യേശു വന്നത് ജീവൻ തരാൻ. ആ ജീവൻ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ച ശേഷമല്ല പ്രാപിക്കുന്നത്. അതാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതി അവസാനിക്കുമ്പോൾ പറഞ്ഞത്, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിട്ടുണ്ട്. ഇന്ന് എല്ലാവർക്കും വിശ്വാസമുണ്ട്. പക്ഷെ കർത്താവ് നോക്കുന്ന വിശ്വാസം ഉണ്ടോ എന്നല്ല, ജീവനുണ്ടോ, ജീവനുണ്ടോ. കാരണം കർത്താവ് വരുന്നത് വിശ്വാസികളെ കൊണ്ടുപോകുവാനല്ല. വിശ്വാസികളെയാണ് കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതെങ്കിൽ ആദ്യം സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ടത് പിശാചിനെയാണ്. നിങ്ങൾക്കറിയാമോ ഏറ്റവും വലിയ വിശ്വാസി പിശാചാണെന്ന്? യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 19-20. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 19-20. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ,
പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ മനസ്സുണ്ടോ? പലരും എന്നോട് ചോദിക്കാറുണ്ട്, ബ്രദർ എന്തുകൊണ്ടാണ് പള്ളിയിൽ അച്ഛനാവാത്തത്? കാരണം എൻ്റെ ഫാദർ 40 വർഷത്തിലധികം വൈദിക ശുശ്രൂഷയിലായിരുന്നു. അപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ പാടാനും പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും ഒക്കെ ദൈവം കൃപ തന്നു. അപ്പോൾ ബ്രദർ അച്ഛനായിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പൻ വൈദിക ശുശ്രൂഷ നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ആരാധന സമയത്ത് സഭാവിശ്വാസികൾ ബോഡി ഓഫ് ക്രൈസ്റ്റാണ്, ക്രിസ്തുവിൻ്റെ ശരീരം. ആരാധന കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൻ്റെ പേര് ജനറൽ ബോഡിയാണ്. അത് ഏത് ബോഡി വെളിപ്പെട്ട് വരുമെന്ന് അപ്പോഴറിയാൻ പറ്റും. ഇത് എല്ലാ സമയവും ബോഡി ഓഫ് ക്രൈസ്റ്റ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ജനറൽ ബോഡി സമയത്ത് ഫ്രണ്ടിലിരിക്കുന്ന മനുഷ്യർ ചിലപ്പോൾ അരിക്കൊമ്പൻ, തണ്ണീർക്കൊമ്പൻ, സിംഹം, കടുവ, പുലി, കുരങ്ങ്, തത്തമ്മ, പൂച്ച, ഇങ്ങനെ പലതുമായിരിക്കും. അപ്പോൾ ജനറൽ ബോഡി കൂടിക്കഴിയുമ്പോൾ ഈ ബോഡികൾ ഇങ്ങ് പെട്ടെന്ന് ചാടിയൊക്കെ ഇങ്ങ് വരും. അച്ഛൻ പ്രാണഭയത്തോടെ പറയും, സഹോദര സഹോദരി, യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഇരിക്കണം. യേശുവോ? ഏത് യേശു? കാരണം ഈ വിശ്വാസിക്ക് പിശാചുമില്ല, യേശുവിൽ വിശ്വാസവും ഇല്ല. കാരണം പിശാചായിരുന്നെങ്കിൽ ഇരിക്കുമായിരുന്നു. കാരണം പിശാചിനറിയാം യേശുവിൻ്റെ അടുത്ത് കളിക്കാൻ പറ്റത്തില്ലെന്ന്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ പിശാച് അടങ്ങിയിരിക്കും, വിശ്വാസി അടങ്ങിയിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ ഒരുപാട് കണ്ട് വളർന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു, സഭാപരിപാലനത്തിന് സെമിനാരിയിൽ മാത്രം പഠിച്ചാൽ പോരാ, സർക്കസ് കമ്പനിയിൽ കുറഞ്ഞതൊരു 3.5 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും വേണം. അതുകൊണ്ടാണ് ഞാൻ അതവിടെ വെച്ച് മതിയാക്കിയത്. അപ്പോൾ കർത്താവ് തൻ്റെ സഭയെ പണിയുന്നത് നാം വിശുദ്ധരാകുവാനാണ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. വിശുദ്ധന്മാരെ ചേർക്കുവാനായി വരുന്നു. നാം നേരത്തെ പാടി, പ്രാക്കളെ പോലെ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരുമ്പോൾ. പക്ഷേ ഇന്ന് ഞാൻ ബഹുഭൂരിപക്ഷം നോക്കുമ്പോഴും പ്രാക്കളെ പോലെ ചിറകും പാമ്പിനെ പോലെ വിഷവുമാണ്. യേശു കർത്താവ് പറഞ്ഞു, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം, പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം. ഇപ്പോൾ ചിറകുമുണ്ട്, വിഷവുമുണ്ട്. പാമ്പിൻ്റെ ബുദ്ധിയൊന്നുമില്ല, പ്രാവിൻ്റെ നിഷ്കളങ്കതയുമില്ല. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു. യേശു സത്യമെന്ന് പറഞ്ഞാൽ അത് 101% സത്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ ശിശുക്കളായി വരിക എന്ന് പറഞ്ഞാൽ? അവിടെ ചെറിയ വാതിലാണ്, ആള് സൈസായാൽ അകത്തോട്ട് കയറൂലെന്നാണോ? ഇല്ല. ശിശുക്കൾ വിശുദ്ധരും നിഷ്കളങ്കരുമാണ്. പിള്ള മനസ്സിൽ കള്ളമില്ല. വലിയവരുടെ മനസ്സിലോ? ഒരു ശിശു ചിരിച്ചാൽ ആ ചിരി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിഷ്കളങ്കമായ ചിരി. വലിയവർ ചിരിച്ചാലോ സൂക്ഷിച്ചേ തിരിച്ച് ചിരിക്കാൻ പറ്റൂ. തട്ടിപ്പ് ചിരി, വെട്ടിപ്പ് ചിരി, പറ്റിപ്പ് ചിരി, വഞ്ചനാചിരി, കൊലച്ചിരി, പരിഹാസച്ചിരി, ആക്കിച്ചിരി. അപ്പോൾ ഇതേതാണെന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ച് ചിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തിരിഞ്ഞ് വിശുദ്ധരും നിഷ്കളങ്കരുമായി മാറണം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതുമ്പോൾ 1-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ പ്രാരംഭത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ നമ്മെ തിരഞ്ഞെടുത്തു. വിശുദ്ധരും നിഷ്കളങ്കരുമാകുവാനാണ്, വിശ്വാസികളായി തീരാനല്ല. അതിൻ്റെ അടുത്ത ഗ്രേഡിലേക്ക് പോകണം. വിശ്വസിക്കുന്നുവെങ്കിൽ ജീവൻ പ്രാപിക്കണം. ജീവൻ പ്രാപിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മെ പണിയും, അനുദിനവും പണിതുകൊണ്ടേയിരിക്കും.
ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗം ആകേണ്ടതിന് അവിടുന്ന് നമ്മെ പണിയും. ആ പണി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് ഇത്രയും ഉറപ്പിച്ച് പറയുന്നത്. കർത്താവ് നമ്മെ പണിയുന്നുണ്ടോ എന്ന് നാം ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ കാരണം പാപം. ദേഹിക്ക് മരണം സംഭവിച്ചതിൻ്റെ കാരണം പാപം. ഏതേൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും ശാരീരികമായി മരിച്ചില്ല, അവരെ തോട്ടത്തിന് പുറത്താക്കി. പക്ഷെ ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മ, ആ സന്തോഷം, ആ ആനന്ദം, ആ സമാധാനമെല്ലാം നഷ്ടപ്പെട്ടു. കാരണം സ്പിരിച്വൽ സെൻസ് ഓർഗൻസ് ആണ് മരിച്ചത്. അവിടെ ജീവൻ നൽകുവാനാണ് കർത്താവ് വന്നത്. ഇപ്പോൾ പാപമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് ആളുകൾക്ക് ശരിക്കും പ്രശ്നങ്ങളാണ്. ജീവിക്കാൻ തന്നെ നിവർത്തിയില്ല, അത്രയ്ക്ക് പ്രശ്നങ്ങളാണ്. ഇതിൻ്റെ നടുവിൽ പാപത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു 50 വർഷത്തിന് മുമ്പേ ജനിക്കേണ്ടതാണ്, സമയം തെറ്റി ജനിച്ചതാണ് എന്ന് പലരും പറയും. ഞാൻ കർത്താവിനോട് അങ്ങനെയാണ് പറഞ്ഞത്, കർത്താവേ, ആളുകൾക്കൂടെ ജീവിക്കാൻ പോലും നിവർത്തിയില്ല. പ്രത്യേകിച്ചും കോവിഡ് കൂടെ വന്നതിന് ശേഷം ആളുകൾക്കൊരു കാര്യം മനസ്സിലായി, ദൈവമില്ലെങ്കിലും ജീവിക്കാം, ദൈവമില്ലെങ്കിലും ജീവിക്കാം. പള്ളിയെല്ലാം അടഞ്ഞു കിടന്നപ്പോൾ കാര്യങ്ങളൊന്നും നടന്നില്ലേ? എത്ര ആൾക്കാരാണ് മരിച്ചത്. ഞങ്ങളുടെ തിരുവനന്തപുരത്തെല്ലാം അതേ പള്ളികളിൽ മരിച്ചവരെല്ലാം നേരെ വീട്ടിൽ പോലും കൊണ്ടുവരാതെ കൊണ്ടുപോയത് ശാന്തി കവാടത്തിലാണ് കത്തിക്കാൻ. ആത്മാവിനെ അയക്കാൻ അവിടെ ആരും വന്നില്ല. അപ്പോൾ ആത്മാക്കളൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഇല്ല, ആത്മാവ് ആരുടേതായിരുന്നാലും മരിച്ച സമയത്ത് പോകേണ്ട സ്ഥലത്ത് പോകും. അതാരും അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ദൈവത്തെ പോലും ആവശ്യമില്ല എന്ന് പലർക്കും തോന്നി. ഒരുപാട് പേർ പിന്മാറ്റത്തിലേക്ക് പോയി. ഇതൊക്കെ കുറേ പേരുടെ ബിസിനസ്സാണ്, തട്ടിപ്പാണ് എന്ന് പറഞ്ഞും കൊണ്ട്. കാരണം എന്താണ്? ദൈവവുമായുള്ള ജീവബന്ധം ജീവനില്ലാത്തത് കൊണ്ടാണ്. ഈ സത്യം നേരത്തെ മനസ്സിലാക്കിയിട്ട് ഒരു ഭക്തൻ ഇങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ജീവനുണ്ടെന്നൊരു നാമമേ ഉള്ളെന്നിൽ, ജീവനില്ലേ പരനേ. ജീവനുണ്ടെന്നൊരു നാമമേ ഉള്ളെന്നിൽ, ജീവനില്ലേ പരനേ. ഭവാൻ കൈവിട്ടാൽ പാപി ഞാൻ ചാകാനിടയാമേ. കോപിച്ചു പോകരുതേ, ആത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക. പേര് മാത്രമേ ഉള്ളൂ ജീവനെന്ന്, യഥാർത്ഥത്തിൽ ജീവനില്ല. കർത്താവേ, എന്നെ ജീവിപ്പിക്കണമേ. അപ്പോൾ ഈ തലമുറയിൽ പാപത്തെക്കുറിച്ച് എങ്ങനെ അത് പറഞ്ഞു കൊടുക്കണം? എന്താണ് പാപമെന്നുള്ളത്? കാരണം യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിപ്പാനാണ്. നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം സങ്കീർത്തനത്തിലുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം സങ്കീർത്തനത്തിലുണ്ട്. പിന്നെ എന്തിന് യേശു ഈ ഭൂമിയിൽ വരണം? അതെ, നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം സങ്കീർത്തനത്തിലില്ല. 49 സങ്കീർത്തനം 7, 8 വാക്യങ്ങൾ. 49 സങ്കീർത്തനം 7, 8 വാക്യങ്ങൾ. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയത്തില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അതൊരു നാളും സാധിക്കില്ല. ചെങ്കടൽ മാറും, എരികോ വീഴും, കാടപ്പക്ഷി കിട്ടും, മന്ന കിട്ടും, മേഘസ്തംഭവും അഗ്നിസ്തംഭവും എല്ലാം കിട്ടും. പക്ഷേ വീണ്ടെടുപ്പ് കിട്ടത്തില്ല. ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ കഴിയത്തില്ല. ആ കഴിയാത്തതിനെ സാധിപ്പിക്കാനാണ് മാനവരാശിയുടെ മറുവിലയായി ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. പലപ്പോഴും ഈ യാത്രയിൽ നന്മകൾ ലഭിച്ചതിന് നാം ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിൽ, അതിൻ്റെ ആനന്ദത്തിൽ
ഞാൻ മരിച്ചു കിടന്നു, കർത്താവ് എനിക്ക് ജീവൻ നൽകി, എന്നെ വീണ്ടെടുത്തു. ആ സന്തോഷം എത്ര പേർക്കുണ്ട്? ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പ്രാപിച്ചവരെ മാത്രമേ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് പ്രാപിക്കത്തുള്ളൂ. ഹല്ലേലൂയ. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 23-ാം വാക്യം. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 23. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തും കൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പരിശുദ്ധാത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്നവർക്ക് ഒരു ഉറപ്പുണ്ട്, എൻ്റെ ശരീരം വീണ്ടെടുക്കും. അതാണ് വീണ്ടും റോമർ 8:11 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, യേശുവിനെ, റോമർ 8:11, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവം നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അവിടെയാണ് ആനന്ദം, അവിടെയാണ് ആ പ്രത്യാശയിൽ ആനന്ദിക്കുവാൻ കഴിയുന്നത്. എനിക്കൊരു വീണ്ടെടുപ്പുണ്ട്, എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ആ കാലത്തിലെ കഷ്ടങ്ങൾ, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, സാരമില്ല. അപ്പോൾ എന്താണ് പാപം? കർത്താവ് പറഞ്ഞു 2 വാക്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നീ പറഞ്ഞു കൊടുക്കണം. ഏതെല്ലാമാണ് ആ 2 വാക്യങ്ങൾ? യെശയ്യാപ്രവചനം 53-ാം അധ്യായം 6-ാം വാക്യം സുവിശേഷങ്ങളുടെ രത്ന ചുരുക്കമാണ്. യേശു ഈ ഭൂമിയിൽ വരുന്നതിന് 800 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് യെശയ്യാവ് 53:6. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, എന്നാൽ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. എന്താണ് പാപം? നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. അവിടെ ആട് വളർത്തലാണ് പ്രധാന തൊഴിൽ. അതുകൊണ്ടാണ് ആടിനോട് സാദൃശ്യപ്പെടുത്തിയത്. ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിക്കുമ്പോൾ ആടിന് പകരം വേറൊരു വാക്ക് ഉപയോഗിക്കും. നാം എല്ലാവരും നായ്ക്കളെ പോലെ തെറ്റിപ്പോയിരുന്നു. കാരണം അവിടെ ഒരുപാട് തെരുവ് നായ്ക്കളുണ്ട്, ഉടമസ്ഥനില്ലാത്ത. മനസ്സിലായോ? ഈ വീടുകളിലൊക്കെ പലരും നായ്ക്കളെ വളർത്തിയിട്ട് മക്കളെ നോക്കി പട്ടിയെന്ന് വിളിക്കും, നായ്ക്കളെ നോക്കി മോനേന്ന് വിളിക്കും. മനസ്സിലായോ? അത്ര സ്നേഹമാണ്. അപ്പോൾ ഉടമസ്ഥനില്ലാത്ത ആടുകളെ പോലെ, ആശ്വസിപ്പിക്കാൻ ആരുമില്ലാത്ത ആടുകളെ പോലെ, സഹായിക്കാൻ ആരുമില്ലാത്ത പോലെ, കരുതുവാൻ ആരുമില്ലാത്ത, ഇടയനില്ലാത്ത ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. അല്പം കൂടെ ഷാർപ്പായി പറയുകയാണ്, ഓരോരുത്തൻ താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. ഇതാണ് പാപം. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും, എനിക്കെല്ലാം അറിയാം. നിങ്ങൾ എന്നെ ഇവിടെ ഒന്നും പഠിപ്പിക്കാൻ വരണ്ട, എന്നെ ഉപദേശിക്കാൻ വരണ്ട. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക്, എൻ്റെ വിശ്വാസം എനിക്ക്. നിങ്ങളെ ഞാൻ ശല്യപ്പെടുത്താൻ വരുന്നില്ല. ദൈവ ഇഷ്ടത്തെ അറിയുവാൻ മനസ്സില്ല, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയാൻ മനസ്സില്ല, ദൈവം പ്രസാദിക്കുന്നത് എന്താണെന്ന് അന്വേഷിക്കാൻ മനസ്സില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പാപത്തെക്കുറിച്ച് പറയുന്ന ഒരു വളരെ ഗൗരവമേറിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. റോമർക്ക് ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. റോമർ 12:2. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അപ്പോൾ അവിടെ എന്താണ് പാപം എന്ന് പറയുന്നത്? ഈ ലോകത്തിന് അനുരൂപമായി ജീവിക്കുന്നതാണ്. ഈ ലോകത്തിന് മാച്ചായി ജീവിക്കുന്ന, അനുരൂപം എന്ന് പറഞ്ഞാൽ മാച്ചാണ്. നമുക്കറിയാം, മാച്ച് കൂടുതലും മാച്ച് സഹോദരിമാരാണ് നോക്കുന്നത്. സാരിയുടെ മാച്ച്, ബ്ലൗസ്, കമ്മല്, വള, ബാഗ്, ചെരുപ്പ്, ഇത്രയും മാച്ചായിരിക്കണമെന്ന് ആഗ്രഹിക്കും.
അപ്പോൾ ഈ ലോകത്തിന് മാച്ചായി ജീവിക്കുന്നത് പാപം. ഞാനൊരു സുവിശേഷ യോഗത്തിന് പോകുമ്പോൾ അവിടെ പാടിക്കൊണ്ടിരിക്കുകയാണ്, ലോകമെനിക്കു വൈരി, ലോകമെന്നെ ത്യജിച്ചാൻ, ശോകമെന്തെനിക്കതിൽ ഏതും ഭയപ്പെടാൻ ഞാൻ. എൻ്റെ പ്രസംഗം ആരംഭിക്കുന്ന സമയത്ത് യോഹന്നാൻ 14:27 എൻ്റെ ചിന്താവിഷയമായി ഞാൻ അവിടെ പറഞ്ഞത്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകം തരുന്ന സമാധാനം, ക്രിസ്തു നൽകുന്ന സമാധാനം. എന്താണ് ഇതിൻ്റെ വ്യത്യാസമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ലോകം തരുന്ന സമാധാനം ശത്രു തരുന്ന സമാധാനമാണ്. പാടിയില്ലേ, ലോകമെനിക്കു വൈരി, ലോകമെന്നെ ത്യജിച്ചാൽ. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു. യാക്കോബ് 4:4. യേശുവിൻ്റെ ശ്രേഷ്ഠ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ യേശു പറഞ്ഞു, ഞാൻ ലൗകികനല്ലാതിരിക്കുന്നത് പോലെ ഇവരും ലൗകികന്മാരല്ല. ശിഷ്യന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ലോകം നമ്മുടെ ശത്രുവാണ്. ഈ ലോകത്തിന് അനുരൂപമായി ജീവിച്ചു പോയാൽ നാം വഞ്ചിക്കപ്പെടുന്നു. ഇന്ന് ഈ ലോകത്തിൻ്റെ അനുരൂപമായി ജീവിക്കുന്നു. വസ്ത്രധാരണം ഈ ലോകത്തിന് അനുരൂപമായി. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്ത് പറയാൻ, വസ്ത്രം കാണുമോ എന്ന് തന്നെ സംശയമായിരിക്കും. ഒരിക്കലൊരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, എത്രത്തോളം വസ്ത്രത്തിൻ്റെ അളവ് കുറയുമോ അത്രത്തോളം പിശാചുക്കൾ അതിൽ കാണും. ലഘുവൻ വസ്ത്രം ധരിക്കാൻ തുടങ്ങി 6000 പിശാചുക്കളായിരുന്നു. അല്പമെങ്കിലും വസ്ത്രം ധരിച്ചിട്ടുള്ളതിന് കുറച്ചുകൂടെ കുറയും. മാന്യവും മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചാൽ പിശാചി കയറൂല. പിശാചിൻ്റെ മെയിൻ ജോലി മനുഷ്യനെ നഗ്നനാക്കുക എന്നുള്ളതാണ്. ഏതേൻ തോട്ടത്തിൽ മനുഷ്യനെ നഗ്നനാക്കി, അവൻ ഓടി ഒളിച്ചു. ഒരുപാട് പറയാനുണ്ട്. യോസഫിനെ നഗ്നനാക്കി. ശമരിയക്കാരൻ കണ്ടെത്തുന്ന അർത്ഥപ്രാണനായി കിടക്കുന്നവൻ, അവന് ഒരിടവും പോകാൻ നിവൃത്തിയില്ല, അവൻ നഗ്നനായി. പിശാച് വസ്ത്രമില്ലാതാക്കുന്നു. സഭ നഗ്നനായിട്ടും ആളുകളെല്ലാം വല്ലാണ്ട് പറഞ്ഞിട്ട് അറിയുന്നില്ല, ഞാൻ നഗ്നനാണെന്ന് അറിയുന്നില്ല. അല്ലേ? ലവോദിക്ക സഭയിൽ എന്താ പറയുന്നത്? നീ അരിഷ്ടൻ, കുരുടൻ, നിർഭാഗ്യവാൻ, നഗ്നൻ എന്ന് നീ അറിയുന്നില്ല. വല്ലാത്തൊരവസ്ഥയല്ലേ സാത്താന്റെ വഞ്ചന. ഈ ലോകത്തിന് അനുരൂപമായി ജീവിക്കുന്നതാണ് പാപം. ഈ പാപത്തിന് പാട്ടുകാരൻ ഒരു പേര് കൊടുത്തു, പാപരോഗം. പാപരോഗം, അങ്ങനെ ഒരു രോഗമുണ്ടോ? പാപരോഗത്താൽ നീ വലഞ്ഞു, തെല്ലും ആശയില്ലാതലഞ്ഞു, ഭാരം കേണിടുമ്പോൾ തിരുമേനിയാതിൽ നിന്റെ വ്യാധി എല്ലാം വഹിച്ചു. ഞാൻ ഈ പാട്ട് പാടുന്നവരോട് ചോദിക്കാറുണ്ട്, എപ്പോഴെങ്കിലും പാപരോഗത്താൽ അലഞ്ഞിട്ടുണ്ടോ? കള്ളമല്ലേ പാടിയത്? ഇനിയിപ്പോൾ 2 മാസം കൂടെ കഴിയുമ്പോൾ നമ്മൾ അടുത്ത പാട്ടൊക്കെ പാടും. ആശയറ്റൻ സ്ഥിതി താനറിഞ്ഞു, ഈ ശകോപാഗ്നിയിൽ വീണെരിഞ്ഞു, വിശുദ്ധ നിണം വിയർപ്പായി തിരിഞ്ഞു, യേശുവിനു മഹത്വം മഹത്വം, യേശുവിനു മഹത്വം മഹത്വം, യേശുവിനു മഹത്വം മഹത്വം. പിച്ച് കറക്റ്റാണോ, നോട്ട് കറക്റ്റാണോ, താളം കറക്റ്റാണോ, പാടുന്നത് എന്താണെന്ന് അറിയുന്നില്ല. ഒരിക്കലും ആശയറ്റ അവസ്ഥ വന്നിട്ടുമില്ല. പാപരോഗത്തെക്കുറിച്ച് ആരെങ്കിലും ഭാരപ്പെട്ടിട്ടുണ്ടോ? നെഞ്ചുവേദന വന്നാൽ ഉടനെ ഹാർട്ട് അറ്റാക്ക് ആണോ? തലയിൽ ചെറിയൊരു തരിപ്പെല്ലാം കൂടെ വന്നാൽ അയ്യോ ബ്രെയിൻ ട്യൂമറാണോ?
മുട്ട് വേദന വന്നാൽ അയ്യോ ഇനി പാകെ കിടപ്പിലാവുമോ? പാപരോഗം അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? ഇതെവിടെയാ പിടിക്കുന്നത്? പാപരോഗം എവിടെയാ പിടിക്കുന്നത്? യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 5-ാം വാക്യം. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 5-ാം വാക്യം. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല്ലരുതമ്മാവാ ഞാൻ നന്നാവില്ല. ചിലർ പറയില്ലേ, തല്ലരുതമ്മാവാ ഞാൻ നന്നാവില്ല. ഇവിടെ പ്രവാചകനോട് പറയുക, നിങ്ങൾ ഇനി അടിച്ചിട്ടെന്ത്? നിങ്ങൾ പുറകോട്ട് പിന്മാറത്തേ ഉള്ളൂ. കാരണം തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. തലയ്ക്കും ഹൃദയത്തിനുമാണ് രോഗം. തലയ്ക്ക് സുഖമില്ലെന്ന് പറയില്ലേ? ഹൃദയത്തിന് സുഖമില്ല എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കുന്നത് ഹാർട്ടിൻ്റെ പ്രശ്നമാണ്. ചെറിയൊരു പ്രയാസം വന്നാൽ ഉടനെ എടുത്തുകൊണ്ട് ഓടും. ECG എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കർത്താവിന് ഹൃദയം സമർപ്പിക്കാൻ, ഹൃദയം കൊടുക്കാൻ പറയുമ്പോൾ അയ്യോ അത് ചെറുപ്പത്തിലേ കർത്താവിന് കൊടുത്ത് ഇപ്പം ഹൃദയം ഇല്ലെന്നാണ് പറയുന്നത്. ഹൃദയം എന്താണ് ഈ ഹൃദയം എന്ന് പറയുന്നത്? ഹൃദയം അതിന് വേദോസം കൊടുത്തിരിക്കുന്ന ഒരു പേരുണ്ട്, മനസ്സാക്ഷി. എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യം. എബ്രായർ 9:14 നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ, നിർജീവ പ്രവർത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. മനസ്സിലായോ? ജീവനുള്ള ദൈവത്തെ ആരാധിക്കണമോ? മനസ്സാക്ഷി ക്ലിയർ ആയിരിക്കണം, ഹൃദയം ക്ലിയർ ആയിരിക്കണം. ഹൃദയത്തിനകത്തിരിക്കുന്ന രോഗത്തിന് ഒറ്റ വാക്കേ അവിടെ പറയുന്നുള്ളൂ, നിർജീവ പ്രവർത്തികൾ. ഈ നിർജീവ പ്രവർത്തികൾ ഹൃദയത്തിൽ നിന്ന് കഴുകിക്കളയാൻ, സൗഖ്യം തരാൻ ഈ ലോകത്തിലെ ഒരു ആശുപത്രിക്കും കഴിയത്തില്ല. കർത്താവ് കാൽവരിയിൽ രക്തം ഒഴുക്കിയത് ഈ നിർജീവ പ്രവൃത്തികളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാനാണ്. എന്താണ് ഈ നിർജീവ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ? ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. അവിടെ ജഡത്തിൻ്റെ പ്രവർത്തികൾ എന്നാ പറഞ്ഞു. ജഡം ജീവനില്ലാത്തത്. ജഡത്തിൻ്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ആരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഗലാത്യ സഭയിൽ സ്നാനപ്പെട്ട് തിരുവത്താഴെടുക്കുന്ന വിശ്വാസികളോട് പറയുക, ഈ സ്വഭാവങ്ങൾ വെച്ചുകൊണ്ടിരുന്നാൽ വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ഞാൻ പോകുന്നിടത്തെല്ലാം പറയാറുണ്ട്, ഈ വാക്യം ഗലാത്യർ 5:19 ഈ വാക്യം A3 സൈസിൽ DTP എടുത്ത് ഓരോ വീട്ടിൽ കുറഞ്ഞത് 3 എണ്ണമെങ്കിലും ഒട്ടിക്കണം. ഒന്ന് സിറ്റ് ഔട്ടിൽ, നമ്മളെ കാണാൻ വരുന്നവർ ബെല്ലടിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അതെ അവരിത് വായിക്കും. ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകത്തില്ല. നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ അവരോട് പറഞ്ഞതായി. മറ്റൊന്ന് ബെഡ്റൂമിൽ ഒട്ടിക്കണം, കിടക്കുമ്പോൾ കാണത്തക്ക വണ്ണം. ഇന്ന് പകല് ഇതിലേതൊക്കെയാണ് കൂടിയിരുന്നത്, ഏതൊക്കെയാണ് കൺട്രോളായത് എന്നൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി. ഒന്ന് ബാത്റൂമിൽ ഒട്ടിക്കുന്നത് നല്ലതാണ്, വേറെ പലതും ചിന്തിക്കുന്നതിന് പകരം ഇതെല്ലാം ഏതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലുണ്ടെന്നൊന്ന് ചിന്തിക്കാം. ഒന്ന് അടുക്കളയിലും ഒട്ടിക്കാം. നമ്മൾ മിക്കവാറും എല്ലാവരും ഈ PSC ടെസ്റ്റൊക്കെ ചെയ്യുന്നവരാണല്ലോ. PSC ടെസ്റ്റ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ. എന്തിനാണ്? വല്ലടവും ചെന്ന് കുഴഞ്ഞ് വീണ് ശല്യം ഉണ്ടാക്കാതിരിക്കുക.
കൺട്രോൾ ചെയ്യും. കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ. ഇതുപോലെ ഈ സ്വഭാവങ്ങളെ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ മരണം എപ്പോഴാണ് പിടിക്കുന്നത് അറിയത്തില്ല, ഔട്ടായി പോവും. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. നമുക്ക് പോരാട്ടം പാപത്തോടാണ്. പാപത്തിന്റെ ഉറവിടമാണ് സാത്താൻ. ഏതേൻ തോട്ടത്തിൽ ദൈവമാണ് പാപം എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത്. കയ്യനോട് പറഞ്ഞു, കയ്യനെ, നിന്റെ മുഖം വാടുന്നത് എന്ത്? ഹാബേലും ആരാധന കഴിച്ചു, കയ്യനും ആരാധന കഴിച്ചു. ആരാധന, രണ്ടുപേരുടെ ആരാധന കഴിഞ്ഞപ്പോൾ ഹാബേലിന് ഭയങ്കര സന്തോഷം. ഇത് കണ്ടപ്പോൾ കയ്യന് കോപം വന്നു. ഇനി അവൻ ജീവിച്ചിരിക്കണ്ട. അവൻ്റെ അടുത്ത് ദൈവം സ്നേഹം കാണിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കയ്യന് മുന്നറിയിപ്പ് കൊടുത്തു: നീ നന്മ ചെയ്തുവെങ്കിൽ നിന്നിൽ ഞാൻ പ്രസാദിക്കത്തില്ലല്ലോ. പ്രസാദിക്കുമായിരുന്നല്ലോ. പാപം വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീ അതിനെ കീഴടക്കണം. ദൈവം കിടക്കി കൊടുത്തില്ല, ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. ഈ രാത്രിയിൽ ചിലരോട് ദൈവം മുന്നറിയിപ്പ് തരികയാണ്. കൺട്രോൾ ചെയ്യണം, വിട്ടുകളയേണ്ടത് വിട്ടുകളയണം, മരിക്കേണ്ടതെല്ലാം മരിക്കണം എന്ന് പറഞ്ഞാൽ CSC പള്ളിയിൽ മിക്കവാറും എല്ലാ ഞായറാഴ്ചയും പാപമേറ്റ് പറയുമ്പോൾ ഒരു വാക്യം പറയാറുണ്ട്. അത് സ്പീഡിൽ പറയുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ല. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ട ദൈവം അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും. വല്ലതും മനസ്സിലായോ? 1 പത്രോസ് 2:24 നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ പാപരോഗത്തിന് സൗഖ്യം വന്നു. സാക്ഷാൽ നമ്മുടെ രോഗം പാപരോഗമാണ്. താൻ ഭൂമിയിൽ യേശു കർത്താവ് 3.5 വർഷക്കാലം ശുശ്രൂഷ ചെയ്തപ്പോൾ എല്ലാ രോഗങ്ങൾക്കും സൗഖ്യം കൊടുത്തു. അതിന് ക്രൂശ് മരണം ആവശ്യമായിരുന്നില്ല. പക്ഷെ പാപരോഗത്തിന് സൗഖ്യം വരണമോ, പാപത്തിന്റെ ശമ്പളമായ മരണം നീങ്ങണമോ, താൻ കാൽവരിയിൽ യാഗമായി തീർന്നേ മതിയാകത്തുള്ളൂ. പാപരോഗത്തെ സീരിയസ് ആയിട്ട് കാണണം. പലരും ഈ പാപത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ദുഃഖ വെള്ളിയാഴ്ച മാത്രമാണ്. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി, ശത്രുക്കൾ നിന്നയും ദൂഷ്യവും ചൊല്ലുമ്പോൾ ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. വെള്ളിയാഴ്ച രാവിലെ ചർച്ചിൽ വന്നതാണ്. രാവിലത്തെ ആരാധന, പിന്നെ ക്രൂശിലെ 7 മൊഴികൾ, പിന്നെ അവസാനം കഞ്ഞി. ദുഃഖ വെള്ളിയാഴ്ചത്തെ കഞ്ഞി വിട്ടാൽ ആ കൊല്ലം മുഴുവൻ പോക്കാണ്. വീട്ടിലെത്തുമ്പം നേരെ ഇരുട്ടും. അന്ന് ഒരു ശത്രുവിനെയും കാണൂല. ശനിയാഴ്ചയാണ് ശത്രുവിനെ കാണുന്നത്. ക്രൂശിന്മേൽ കാണുന്ന ഓർക്കൂ, അത് അടുത്ത ദുഃഖ വെള്ളിയാഴ്ച. പാപം ഒന്നേ മതിയാകും നിന്നെ ഭാഗ്യഹീനനാക്കിയിടുവാൻ, പാപം ഒന്നേ മതിയാകും. ഒരു പരീക്ഷയ്ക്ക് തോൽക്കാൻ 1 മാർക്ക് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നത് ജയിക്കുന്നവരാണ്, വിശ്വസിക്കുന്നവരല്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് 7 സഭകൾക്കും ദൂതെഴുതുമ്പോൾ അവസാനം താൻ പറഞ്ഞു, ജയിക്കുന്നവന്, 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 ജയിക്കുന്നവന്. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒടുവിൽ യേശു ഒരുക്കുന്ന രത്ന കൊട്ടാരം യോഹന്നാന് കാണിച്ചു കൊടുത്തു. വെളിപ്പാട് 21 അതിലും 7-ാം വാക്യത്തിൽ യേശു വീണ്ടും പറയുകയാണ്, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഏതിനെ ജയിക്കുന്നവന്? ലോകത്തെ ജയിക്കുന്നവന്. ലോകത്തെ ജയിക്കുന്നവന്.
എന്താണ് ലോകത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ? 1 യോഹന്നാൻ 5-ാം അധ്യായം 4-5 വാക്യങ്ങൾ. 1 യോഹന്നാൻ 5-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസമാണ്. എന്താണ് നമ്മുടെ വിശ്വാസം? യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാണ് ലോകത്തെ ജയിക്കുന്നത്? യേശുവാണ് ഈ ലോകത്തെക്കുറിച്ചും വരുവാനുള്ള ലോകത്തെക്കുറിച്ചും ആധികാരികമായി സംസാരിച്ചത്. യേശു ഒരു സാധാരണ പുരുഷനൊന്നുമല്ല, ദൈവം മനുഷ്യനായി വന്നവനാണ്. യേശു തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ താൻ ദൈവം മനുഷ്യനായി വന്നവനാണെന്ന് ഉറപ്പാക്കപ്പെട്ടു. അതാണ് റോമർക്ക് ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ പൗലോസ് പറയുന്നത്. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ താൻ ദൈവപുത്രനെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. യേശു മരിച്ചങ്ങ് പോയെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. അന്ന് തന്നെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ട് മടങ്ങി വന്നു. 40 ദിവസം ഈ ഭൂമിയിൽ. എന്തിന്? എക്സ്ട്രാ ക്ലാസ് എടുക്കാൻ. എക്സ്ട്രാ ക്ലാസ്സോ? 3.5 വർഷം ശിഷ്യന്മാരുടെ പേര് ദൈവരാജ്യം പഠിപ്പിച്ചിട്ട് അവർക്ക് തലയിൽ കയറിയില്ല. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടിട്ട് പോലും അവർ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി തിരിച്ചു വിളിച്ച് 40 ദിവസത്തെ എക്സ്ട്രാ ക്ലാസ്. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 2-ാം വാക്യം വായിക്കാം. അവൻ കഷ്ടമനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. 40 ദിവസത്തെ ക്രാഷ് പ്രോഗ്രാം ദൈവരാജ്യത്തെക്കുറിച്ച്. എന്നിട്ട് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരം വിട്ടു പോകരുത്. ഉയരത്തിലെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. എൻ്റെ സാക്ഷികളാകും. അപ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമോ? ലോകത്തെ ജയിച്ചിരിക്കണം. അപ്പോൾ ലോകത്തെ ജയിക്കാനാണ് കർത്താവ് തൻ്റെ വചനത്താലും തൻ്റെ ആത്മാവിനാലും തൻ്റെ ജീവരക്തത്താലും നമ്മെ പണിയുന്നത്. ആ പണിയിൽ നമ്മുടെ ഹൃദയം വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സാക്ഷി, ഹൃദയം. ഇന്ന് പലരുടെയും ഹൃദയം എങ്ങനെ ഇരിക്കുന്നു എന്നറിയാമോ? കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നു മെഴുകുപോൽ കണ്ണൂഷം പ്രസംഗം കേൾക്കുമ്പോൾ മെഴുകുപോലെ ഉരുകും, വീട്ടിൽ പോകുമ്പോൾ മെഴുകുപോലെ കട്ട പിടിക്കും. അന്ന് അപ്പച്ചന്മാർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അങ്ങനെ ഒന്ന് പ്രാസം ഒപ്പിച്ചങ്ങ് എഴുതി. വേദോസ്തിൽ ഒരിടത്തും മെഴുകുപോലത്തെ ഹൃദയം തരാമെന്ന് പറഞ്ഞില്ല. അതിപ്പോൾ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. ഇപ്പോൾ മെഴുകു മനുഷ്യരെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒറിജിനൽ ആളും മെഴുകിൻ്റെ ആളും എൻ്റെ ഫോട്ടോ എടുത്താൽ ഇത് ഏതാണ് ഒറിജിനൽ എന്ന് പറ്റില്ല, തൊട്ട് നോക്കിയാലേ അറിയാവൂ. അതാണ് ചിലർ എന്നെ തൊടരുത്, തൊട്ടാൽ വിവരം അറിയും. മെഴുക അല്ല, ഹൃദയം പോലെ ഇരിക്കുന്നു. തൊട്ട് നോക്കുമ്പോൾ അറിയും, വലിയ കുഴപ്പമില്ല അല്ലേ? കർത്താവ് മെഴുകുപോലത്തെ ഹൃദയം തരാമെന്നല്ല പറഞ്ഞു. ഞാൻ ആ ഒരു വരി ഞാനങ്ങോട്ട് മാറ്റി. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഹല്ലേലൂയ പാടാൻ ഒരുക്കേണമേ, ഹല്ലേലൂയ പാടാൻ ഒരുക്കേണമേ. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ പാടുവാൻ കഴിയണം. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയണം. അല്ലാതെ പ്രസംഗം കേൾക്കുമ്പോൾ ഒന്ന് ഉരുകി വീട്ടിൽ ചെന്നിട്ട് ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ എത്ര കണ്ണോഷവും നടന്നിയാലും ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം മാറ്റം വന്നേ മതിയാവൂ. ഇനി കാലമേറെയില്ല, ഇനി കാലമേറെയില്ല. അപ്പോൾ ഈ വിശുദ്ധർ എന്ന് പറയുമ്പോൾ അനുദിനം വിശുദ്ധിയിലേക്ക് വളരുകയാണ്. വേദപുസ്തകം എഴുതി അവസാനിപ്പിക്കുന്ന വെളിപ്പാട് പ്രവചനം അവിടെ യേശു കർത്താവ് പറയും. നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 27. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ
എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. ഒരിക്കൽ ഒരു സഭയിൽ കൺവെൻഷൻ എന്നെ വിളിച്ചു. അവർക്ക് ഗോപുര പ്രതിഷ്ഠ ആണ് ഞായറാഴ്ച ആ സഭയുടെ തിരുമേനിയാണ് ഗോപുര പ്രതിഷ്ഠ നടത്തുന്നത്. കൺവെൻഷൻ വ്യാഴം വെള്ളി ശനി മാത്രമേ ഉള്ളൂ. പക്ഷേ 2 ദിവസത്തെ മെസ്സേജ് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഞായറാഴ്ചയും കൂടെ സാറ് വരണം. തിരുമേനി ഗോപുര പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് തിരുമേനി അങ്ങ് പോകും. സാറിനൊരു 25 മിനിറ്റെങ്കിലും പ്രസംഗിക്കാൻ കിട്ടും. ഞാൻ പറഞ്ഞു, ഞാൻ വരണോ? നിങ്ങൾക്ക് ആദരവ് കൊടുപ്പ് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇല്ല, സാറ് വന്നേ തീരൂ. ഞാൻ പറഞ്ഞു, ശരി വരാൻ നിർബന്ധിച്ചതുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. 8 മണിക്കാണ് ആരാധന. 8 മണി വരെ സന്ദേശം കിട്ടിയിട്ടില്ല എന്താണ് പറയണമെന്ന്. തിരുമേനി നാടം മുറിച്ചതും സന്ദേശം വന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം 15. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ശൂദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ. ഇത് പ്രസംഗിക്കാനാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു കർത്താവ് ഇത് എൻ്റെ അവസാനത്തെ പ്രസംഗമായിരിക്കും. കാരണം ഇവിടെ ഗോപുരത്തിൻ്റെ നാടം മുറിച്ചിട്ട് അതിനകത്തൂടെ പോണത് ഈ കൂട്ടത്തിലുള്ള എല്ലാം ഉണ്ട്. ഗോപുര പ്രതിഷ്ഠയുമാണ്. ഏതെങ്കിലും കർത്താവ് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പറഞ്ഞു. പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ പലരും വിളിക്കൂല. ജനുവരി മാസത്തിൽ ഡിസംബർ മാസത്തിലൊക്കെ സംഘടനകളുടെ വാർഷികമാണ്. അപ്പോൾ എന്നെ വാർഷികത്തിന് പ്രസംഗിക്കാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സംഘടനകൾക്ക് വാർഷികത്തിന് പ്രസംഗിക്കുന്ന ഒരാളല്ല. നിങ്ങൾക്കറിയാമല്ലോ. അതിന് വല്ല സ്കൂൾ അധ്യാപകരെയോ ഹെഡ് മാസ്റ്റർമാരെയോ അങ്ങനെയൊക്കെ ഉള്ളവരെ വിളിച്ചാൽ അവർക്ക് കുട്ടികൾക്കൊരു കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് കാര്യങ്ങൾ ചെയ്യും. ഇല്ല, സാറ് തന്നെ വരണം. എന്നിട്ട് ഞാൻ എങ്ങനെ പ്രസംഗിക്കണമെന്ന് വിളിച്ചാൽ പറയുക, ആദ്യം സാർ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ മതി, ഇന്ന് എല്ലാ സംഘടനകളുടെയും വാർഷികമാണെന്ന് നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ ശൈലിയിൽ പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ സന്ദർഭോചിതമായി സംസാരിക്കണമല്ലോ. കർത്താവ് അതിൻ്റെ തൊട്ട് മുമ്പേയുള്ള വചനമാണ് കർത്താവ് തന്ന. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ കൈവശമുണ്ട്. ഇന്ന് നമ്മളിവിടെ സകല സംഘടനകളും കൂടിയിരിക്കുകയാണ്. 100 കണക്കിന് സമ്മാനങ്ങൾ വെച്ചിരിക്കുകയാണ് ഇവിടെ. സൺഡേ സ്കൂൾ സെക്രട്ടറി സമ്മാനം വാങ്ങിക്കാൻ പോയപ്പോൾ കൊച്ചുമോൾക്ക് കാണിക്ക കുറവായതുകൊണ്ട് കൂടുതൽ പൈസ ഇട്ട് വലിയ സമ്മാനം സൺഡേ സ്കൂൾ സെക്രട്ടറിയുടെ മോൾക്ക് വാങ്ങിച്ചു. പരീക്ഷ കണ്ടെഴുതിയതിന് സമാധാനം. പരീക്ഷ കണ്ടെഴുതിയപ്പോഴാണ് കൂടുതൽ മാർക്ക്, അതിന് പ്രത്യേകിച്ച് സമ്മാനം. ചാടിയതിനും ഓടിയതിനും പാടിയതിനും എല്ലാം സമ്മാനം. എന്നാൽ മാതാപിതാക്കളെ അനുസരിച്ചതിന് ആർക്കും സമ്മാനമില്ല. ദൈവത്തെ സ്നേഹിച്ച് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ജീവിച്ചതിന് ആർക്കും സമ്മാനമില്ല. ദൈവം ഈ ചാടിയതിനും ഓടിയതിനും കണ്ടെഴുതി മാർക്ക് കൂടുതൽ വാങ്ങിച്ചതിനും അവസാനം കൂടുതൽ പൈസ ഇട്ട് കാണിക്കേണ്ട സമ്മാനം വലിയത് വാങ്ങിച്ചതിനും ദൈവം സമ്മാനം തരൂല എന്ന് പറഞ്ഞു. പ്രസംഗം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സാറേ പ്രസംഗം അടിപൊളിയായിരുന്നു, ഞങ്ങൾ എത്രയും വേഗം വിളിക്കും സാറേ. 10 വർഷം കഴിഞ്ഞ് ഇതുവരെയും വിളിച്ചില്ല. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് വെറുതെ അല്ല. അത് ഇരുവായത്തിലുള്ള വാളാണ്. സന്ധിമജ്ജകളെ വേർപിടിക്കും വരെ തുളച്ചെല്ലുന്നതാണ്. ഹൃദയത്തിലെ ഭാവങ്ങളെയും ചിന്തകളെയും വേർപിടിക്കുന്നതാണ്. എന്തിനു വേണ്ടി? നാം അവൻ്റെ സന്നിധിയിൽ ആത്മീക യാഗം കഴിപ്പാൻ തക്ക
വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന്. ഇവിടെ മാത്രമല്ല യാഗം, ആത്മീക യാഗം നിത്യതയിൽ നടക്കേണ്ടതിന്. അവിടെ ആത്മീയാഗം നടത്തുന്നവരെ കുറിച്ച് യോഹന്നാന് ഒരു ദർശനം കൊടുത്തു. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ, സാധാരണ ഇതെല്ലാം അടക്കശുശ്രൂഷയ്ക്കാണ് വായിക്കുന്നത്. അന്ന് വേറൊരു ഫീലിങ്സിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് ആരും ഇതൊന്നും ശ്രദ്ധിക്കില്ല. അവിടെ 7-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? 7-ാം അധ്യായം 13 മുതൽ, മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ള നിലയെങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാട്ടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി വെളുപ്പിച്ചിരിക്കുന്നു. കുഞ്ഞാട്ടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി വെളുപ്പിച്ചിരിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞു, തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ ചില പൊടികളൊക്കെ പറ്റും. മുമ്പ് പാപച്ചെളിയിലായിരുന്നു, ഇപ്പൊ ചെളിയിലല്ല. അതിന് പകരം പാപച്ചെളിയിൽ നിന്നു വീണ്ടെടുത്തന്നെ പറയാം ക്രിസ്തനിൽ സ്ഥിരപ്പെടുത്തി നീ, എന്നാവിൽ തന്നു നീ നവ്യ സങ്കീർത്തനം, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ഈ ചെളിയെന്ന് കയറിയിട്ട് കൂടെ കൂടെ വരുന്ന അഴുക്ക് അപ്പോൾ തന്നെ കഴുകിക്കളയണം. അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ പറയും കരപ്പൻ അടിക്കുമെന്ന്. കരപ്പൻ കേട്ടിട്ടുണ്ടോ? കരപ്പൻ അത് പിന്നെ സാധാരണ കഴുകിലൊന്നും പോവില്ല, മിക്കവാറും ICUയിൽ കയറ്റേണ്ടി വരും. ICU എന്നുവെച്ചാൽ ഞാൻ ഇപ്പോൾ അങ്ങയെ കാണുന്നു, കാരണം വേറെ ആരും അടുത്തില്ല. ICU അവിടെ കയറാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ കരപ്പൻ കൂടെ മാറ്റി കിട്ടും. അല്ല, ഡെയിലി കഴുകുന്നവർ ഭാഗ്യവാന്മാർ. ദിനം തോറും രക്ഷിതാവിൻ പക്ഷത്തിൽ നടന്നിടുന്നോ നീ ശുദ്ധിയിൽ, ആശ്വസിക്കുന്നു എപ്പോഴും ക്രൂശാതിൽ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ, ദിനം തോറും പക്ഷത്തിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. മണവാളൻ വന്നിടുമ്പോൾ നിൻ വസ്ത്രം വെണ്മയേറിയതായി കാണുമോ, മോക്ഷലോകെ വാസം ചെയ്യുവാൻ നിന്നാത്മം യോഗ്യമായി അന്നാളിൽ തീരുമോ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിൻ വസ്ത്രം, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. അപ്പോൾ സഭ ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് യേശുക്രിസ്തുവിനാൽ പണിയപ്പെടുന്ന സമൂഹമാണ് ക്രിസ്തുവിന്റെ സഭ. ഞാൻ എൻ്റെ സഭയെ പണിയും. എന്തിനു വേണ്ടി? ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗം ആകേണ്ടതിന്. എത്ര പേർക്ക് ഉറപ്പുണ്ട് കർത്താവ് എന്നെ പണിതുകൊണ്ടിരിക്കുന്നു, കർത്താവ് എന്നെ പണിതുകൊണ്ടിരിക്കുന്നു, അവൻ്റെ ജീവൻ എന്നിലുണ്ട്, അവൻ്റെ ജീവൻ എന്നിൽ വ്യാപരിക്കുന്നു, അവൻ്റെ ജീവൻ എന്നിൽ പ്രവർത്തിക്കുന്നു. സഭയ്ക്ക് ജീവൻ നഷ്ടപ്പെടുമോ? സഭയ്ക്ക് ജീവൻ നഷ്ടപ്പെടുമോ? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ കർത്താവ് വളരെ വേദനയോടുകൂടെ ചില കാര്യങ്ങൾ ഒരു സഭയോട് അവിടെ പറയുകയാണ്. 3-ാം അധ്യായം 1 മുതൽ. സർദ്ദിസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്,
ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. യു ഹാവ് എ റെപ്യൂട്ടേഷൻ, യു ആർ ബീയിങ് അലൈവ്, ബട്ട് യു ആർ ഡെഡ്. എന്താ? കർത്താവ് വിശ്വാസമല്ല നോക്കുന്നത്, പ്രവൃത്തിയാണ് നോക്കുന്നത്. സഭയിൽ വരുന്നവർക്കെല്ലാം വിശ്വാസം അല്ലെങ്കിൽ വരാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ കർത്താവ് നോക്കുന്നത് പ്രവൃത്തി, സ്വഭാവം. ജീവൻ നഷ്ടപ്പെട്ടാൽ ദുർഗന്ധം വമിക്കും. അത് എത്ര തന്നെ ദുർഗന്ധം വമിക്കാതിരിക്കാൻ നോക്കിയാലും ദുർഗന്ധം വരും. ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണമാണ് നാറ്റം, ദുർഗന്ധം. ഇന്ന് ക്രൈസ്തവ സഭ ലോകത്തിന് കൊടുക്കുന്ന സാക്ഷ്യം എന്താണ്? സൗരഭ്യവാസനയാണോ അതോ മറ്റുള്ളവർ? എന്നാലും ഇങ്ങനെ ആയിപ്പോയല്ലോ. ദയനീയമായ അവസ്ഥയിലേക്ക് സഭ മാറിയിരിക്കുന്നു എന്നുള്ളതൊരു നഗ്ന സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഉച്ചത്തെ സെഷനിൽ ഞാൻ പറയേണ്ടി വന്നത്, എല്ലായിടത്തും ആത്മാവുണ്ട്, പക്ഷെ ഇത് ഏതാത്മാവ് എന്ന് ചോദിക്കേണ്ടി വരുന്നു. ആത്മാവിൽ ആരാധിക്കുന്നു, പക്ഷേ സ്വഭാവത്തിന് മാറ്റമില്ല. ദൈവ സാന്നിധ്യം ഭയങ്കരമായിട്ട് അവർ അനുഭവിക്കുന്നു. ഇത് ഏത് ദൈവത്തിൻ്റെത്? ഉച്ചയ്ക്ക് പറഞ്ഞ ചില തിരുവചനങ്ങൾ ആ സമയത്തില്ലായിരുന്നവർക്ക് വേണ്ടി പറയുവാനായി ദൈവാത്മാവ് ഹേമിപ്പിക്കുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായം 1-ാം വാക്യം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം. അനേകം ആത്മാക്കൾ പുറപ്പെട്ടിരിക്കുകയാണ് നമ്മെ തെറ്റിക്കുവാനായി. അവിടെയാണ് ദൈവവചനത്തിൻ്റെ ആവശ്യം. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായി കൊണ്ട് തെറ്റിപ്പോകുന്നു. പ്രവചനങ്ങൾ, യഥാർത്ഥ പ്രവചനം എന്താണ്? പുതിയ നിയമസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന പ്രവചന ശുശ്രൂഷ ഒരാളുടെ ബ്ലൂ പ്രിന്റ് പറയുന്നതാണോ? ഫ്യൂച്ചർ പറയുന്നതാണോ? നോക്കുക, 1 കൊരിന്ത്യർ 14-ാം അധ്യായം 3-ാം വാക്യം. 1 കൊരിന്ത്യർ 14-ാം അധ്യായം 3-ാം വാക്യം. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. ഇത് 3 ഇല്ലെങ്കിൽ സൂക്ഷിക്കണം. ആത്മീക വർധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി സംസാരിക്കുന്നതാണ് പുതിയ നിയമസഭയുടെ പ്രവചന ശുശ്രൂഷ. ആത്മീക വർധനവ്. ഇന്ന് പല പ്രവചനങ്ങളും ഭൗതിക വർധനവ്, ലോകത്തിൻ്റെ നന്മകൾ, ഉയർച്ച. വഞ്ചിക്കപ്പെടരുത്. നാം ആത്മീക വർധനവുള്ളവരായി ഇരിക്കണം. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. നമ്മളിവിടെ പ്രവാസികളാണ്, വേദൂസ ഭാഷയാണ്, പരദേശികളാണ്, അന്യരാണ്. പക്ഷെ ദൈന്യമെന്ന് പറയട്ടെ, ഞങ്ങളുടെ അവിടെയൊക്കെ ഒരു പാട്ട് പാടും, ഇവിടെയും കാണുമായിരിക്കാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം, പാരദേശികൾ നാം, ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതി ഉണ്ടോ? പരദേശികളല്ല, ഉഗ്രം പാരകളുമായിട്ടാണ് നടക്കുന്നത്. പാരദേശികൾ. ഇവിടെ പാരയുണ്ടോ? ഈ മേലുകാവിൽ പാര കിട്ടുമോ? മീനല്ല. നമ്മൾ വാസ്തവമായി
ഇഹലോക ജീവിതത്തിൽ നമ്മൾ എപ്രകാരമാണ് ജീവിക്കുന്നത്? നമ്മുടെ ഏറ്റുപറച്ചിൽ എന്താണ്? കൺഫഷൻ. എബ്രായർക്ക് ലേഖനം 11 അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു. ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു. കണ്ടിട്ടുണ്ടോ? പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശേ ആകയാൽ ഛേദമെന്നെണ്ണി ലാഭം അന്യരെന്നെണ്ണി ലോകമീത്. കണ്ടിട്ടുണ്ടോ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, ഉറച്ചു പറയാം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ബാക്കി നമുക്കറിയണ്ടല്ലോ. ബാക്കിയാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ബാക്കി ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 2 അധ്യായം 9 10. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിട്ടുമില്ലെന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ലോകക്കാർ അത് കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മിഷണറിമാർ ഈ പ്രദേശത്തൊക്കെ കയറി വന്നു. ഞങ്ങൾ എരുമാപ്ര വന്നപ്പോൾ അന്നിങ്ങനെ നല്ല റോഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ചു, മിഷണറിമാരൊക്കെ ഇവിടെ ഹെലികോപ്റ്ററിലായിരിക്കും വന്നതല്ലേ? ചിലതൊക്കെ അറിയാമല്ലേ ചരിത്രങ്ങൾ. കുതിര വണ്ടിയിൽ വന്നിട്ട് കുതിര അടുത്ത് കയറ്റം കയറാതെ വന്നപ്പോൾ മിഷണറിയെ കടിച്ചപ്പോൾ പിന്നെ കുതിരയെ താഴെ കെട്ടിയിട്ടിട്ട് മിഷണറി നടന്നു കയറി. എന്തുകൊണ്ട്? കണ്ടു, വെളിപ്പാട് കിട്ടി. ദൈവമക്കളെ, നമ്മൾ കാണേണ്ടത് കാണണം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കാണണം. അപ്പോൾ മാത്രമേ തങ്ങൾ ഭൂമിയിൽ, വായിക്കാം താഴോട്ട്, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. എബ്രായർക്ക് ലേഖനം 11:13 മുതൽ. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണുന്നു. പിതൃദേശം, അപ്പന്റെ വീട്. നമുക്കെപ്പോഴും അമ്മയുടെ വീടാണ് ഇഷ്ടം. എവിടെ പോകണം? അമ്മയുടെ വീട്ടിൽ പോകണം. ഇല്ല, നമ്മൾ അപ്പൻ്റെ വീട്ടിൽ പോകാൻ വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇങ്ങനെയുള്ളവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. താഴോട്ടെ. അവർ വിട്ടുപോകുന്നതിനെ ഓർത്ത് എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ കാരണം വിട്ടുപോകുന്നത് നല്ല സുഖസൗകര്യങ്ങളാണ്. നല്ല സുഖസൗകര്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ടാണ് കഷ്ടപ്പെടാൻ വന്നത്. പക്ഷെ പിന്നീട് അതിനെ ഓർത്തില്ല. കർത്താവ് പറയുന്നു ചിലരോട്, റിമെമ്പർ മിസ്സിസ് ലോത്ത്. ലോത്തിന്റെ ഭാര്യയെ ഓർക്കണം. ഓടിയത് വെറുതെ ആയിപ്പോയി. ഓട്ടം മുന്നോട്ടാണെങ്കിലും നോട്ടം പിറകോട്ടായിരുന്നു. ചിലർ ഇപ്പോഴും ഓടുന്നുണ്ട്, പക്ഷെ മനസ്സെല്ലാം അങ്ങാണ് കിടക്കുന്നത്. ഉപ്പ് തൂണാവും, ലക്ഷ്യസ്ഥാനത്ത് എത്തൂല. ഞാനതിൻ്റെ ചലച്ചിത്രാവിഷ്കാരം കണ്ടു. ലോത്ത് 2 മക്കളുടെ കണ്ണ് കെട്ടി. കാരണം പിള്ളേരല്ലേ, അവർ ചിലപ്പോൾ അറിയാതെ തിരിഞ്ഞു നോക്കിപ്പോയാലോ. കണ്ണ് കെട്ടി. ഭാര്യയുടെ കണ്ണ് കെട്ടാൻ ശ്രമിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്നെ ഒരിക്കൽ കെട്ടിയത് മതി. എങ്കിലും ഭാര്യയോടുള്ള അമിത സ്നേഹം കൊണ്ട് ലോത്ത് ഭാര്യയെ ചേർത്ത് പിടിച്ച് സോർ വരെ എത്തിയപ്പോൾ ലോത്തിനെ പിടിച്ച് ഒറ്റ തള്ളു.
ഭാര്യ തിരിഞ്ഞു നോക്കി, ഉപ്പ് തൂണായി. റിമെമ്പർ മിസ്സിസ് ലോത്ത്. പാടാൻ എളുപ്പമാണ്. എന്ത് പാടാൻ? മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. മണ്ണ് വരുമ്പോൾ മാണിക്യം പിന്നെയും കിട്ടും. മണ്ണിപ്പോൾ എടുത്താലേ ശരിയാവും. ഈ വിലയ്ക്ക് ഇപ്പോഴേ കിട്ടും. എനിക്ക് ഈ പാട്ടൊക്കെ പാടാൻ വലിയ പേടിയാണ് കേട്ടോ. കള്ളമാണ് പാടുന്നത്. A.W. ടോസർ എന്ന് പറയുന്ന സുപ്രസിദ്ധ ഓണർ റാസിംഗൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ക്രിസ്ത്യാനി ഒരുപാട് കള്ളം പറയൂല, കള്ളം പാടും. കള്ളം പാടും. പാടുന്നതൊക്കെ സത്യമാണോ എന്ന് നോക്കണം. അതിനാണ് ഈ ഹൃദയം ശരിയായിരിക്കണമെന്ന് പറയുന്നത്. കർത്താവ് ഇതെല്ലാം വളരെ കൊച്ചു കൊച്ചു വാക്കുകളിലാണ് പറഞ്ഞത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പക്ഷെ ആ കൊച്ചു കാര്യമാണെങ്കിലും വളരെ പ്രയാസമുള്ളതാണ്. ഹല്ലേലൂയ. അടുത്തൂടെ വായിക്കാം. ഇങ്ങനെയുള്ളവർ പിതൃദേശം അന്വേഷിക്കുന്നു നാം കാണുന്നു. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ രചിക്കുന്നില്ല. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ നാണിക്കുന്നില്ല. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറയാൻ ദൈവത്തിന് ലജ്ജയില്ല. ദൈവം ബെഞ്ചമിൻ മോസസിന്റെ ദൈവമാണെന്ന് പറയാൻ ദൈവം നാണിക്കുമോ? നമ്മുടെ ഓരോരുത്തരുടെയും പേര് വെച്ച് നോക്കണം. എൻ്റെ ദൈവം എന്നെക്കുറിച്ച് ലജ്ജിക്കുമോ? എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ. വരുവാനുള്ളതിനെ അത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം, യേശുക്രിസ്തു മുഖാന്തരം, നാം ദൈവത്തിന്, പിതാവായ ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. എന്തിനാണ് ഈ സ്തോത്രം പറയേണ്ടത്? ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. വരുവാനുള്ളതിനെ കാത്തിരിക്കുവാനുള്ള ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി. അതുകൊണ്ട് അധരബലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം. പക്ഷേ സ്തോത്രം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കരുത്. അടുത്ത് പറയുകയാണ്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ചിലർ ഈ സ്തോത്രം ഒരുപാട് പറഞ്ഞു പിന്നെ ബാക്കിയുള്ളതെല്ലാം മറക്കും. നന്മ ചെയ്യാൻ മറക്കരുത്, കൂട്ടായ്മ കാണിപ്പാൻ മറക്കരുത്. ആദിമസഭയുടെ പ്രത്യേകത അതായിരുന്നു. അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. അവർ കൂടി വന്ന് ആരാധിച്ചു. ഉല്ലാസ ഹൃദയമുള്ളവരായിരുന്നു. അവരുടെ ഇടയിൽ മുട്ടുള്ളവനാരും ഉണ്ടായിരുന്നില്ല. തനിക്കുള്ളതെല്ലാം സ്വന്തമെന്നെണ്ണാതെ ആവശ്യമുള്ളവർക്ക് അതെല്ലാം കൊടുത്തു, പങ്കുവെച്ചു. ഞാൻ സാറിന് ഇങ്ങനെ പറയാറുണ്ട്, BA കഴിഞ്ഞാൽ അടുത്ത ഡിഗ്രി BSc. അത് ഏത് സർവകലാശാല? അതാണ് സ്വർഗീയ സർവകലാശാല. BA ബോൺ അഗെയിൻ. അത് കഴിഞ്ഞാൽ BSc. എന്താണ് BSc? ബെയറിംഗ്, ഷെയറിംഗ്, കെയറിംഗ്. ഒരു ദൈവപൈതലെ തിരിച്ചറിയുന്നത്, അതെ, അവൻ മറ്റുള്ളവരെ താങ്ങുന്നവനായിരിക്കും, പങ്കുവയ്ക്കുന്നവനായിരിക്കും, കരുതുന്നവനായിരിക്കും. നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അതൊന്ന് ഉറച്ചു വായിക്കാം. കാരണം നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അതും ആരാധനയാണ്, ആരാധനയുടെ ഭാഗമാണ് യാഗം. അതുകൊണ്ടാണ് പൗലോസ് റോമാസഭയ്ക്ക് എഴുതുമ്പോൾ, ആരാധനയെക്കുറിച്ച് എഴുതുമ്പോൾ, റോമർ 12:1 സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള
യാഗമായി സമർപ്പിപ്പീൻ. ശരീരമാണ് ദൈവത്തിൻ്റെ മന്ദിരം. മതത്തിലെ യേശു ഇരിക്കുന്നത് പള്ളിയിലാണ്. നമുക്ക് യേശു പള്ളിയിലിരിക്കണമാണ് ഇഷ്ടം. ഞങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞേക്കണം കർത്താവേ. കർത്താവ് ഇല്ല മക്കളെ ഞാൻ കൂടെ വരണം. വേണ്ട കർത്താവ്, കൂടെ വന്നാൽ അങ്ങേക്കും ടെൻഷനായിരിക്കും, എനിക്കും ടെൻഷനായിരിക്കും. അങ്ങ് പള്ളിയിലിരിക്കുന്നതാണ് അങ്ങേക്കും സേഫ്, എനിക്കും സേഫ്. മതത്തിലെ യേശു പള്ളിയിലിരിക്കും. ചില പള്ളിയിലിരിക്കുന്ന യേശുവിന് ഭയങ്കര പവർ. ചില പള്ളിയിലിരിക്കുന്ന യേശു ഈച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പള്ളിയിലിരിക്കുന്ന യേശു ഇപ്പം അടുത്ത മാസം ട്രാൻസ്ഫർ ആവും കുരിശുമലയിലോട്ട്. പിന്നെ അങ്ങോട്ടാണ് എല്ലാവരും പോണത്. യേശു ട്രാൻസ്ഫറായിട്ട് അങ്ങോട്ട് പോകും. ദൈവമക്കളെ, ഇത് ഡ്യൂപ്ലിക്കേറ്റുകളുടെ കാലം. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഈ രാത്രിയിൽ പലരോട് ഇടപെടുന്നുണ്ട്. 2 കൊരിന്ത്യർ 11 അധ്യായം 2, 3, 4. 2 കൊരിന്ത്യർ 11 അധ്യായം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരാത്മാവിനെയെങ്കിലും വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യമായിരിക്കുന്നു. അങ്ങനെ തന്നെയോ? വായിക്കാം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. 2016 1000 നോട്ട് പിൻവലിച്ചു. ആ പിൻവലിച്ച ദിവസമാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നത്. ഞാൻ കുഴഞ്ഞു വീണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നത്. അതുകൊണ്ടാണ് അത് ഓർക്കാൻ എനിക്ക് എളുപ്പം. എന്നെ കാണാൻ വന്ന ഒരു സ്നേഹിതൻ 1000 2-3 നോട്ട് എൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചു. സ്നേഹപൂർവ്വം. ആശുപത്രിയിൽ എടുക്കൂല നോട്ട്. അന്ന് ഞാൻ കേട്ടത്, അന്ന് വൈകുന്നേരം തന്നെ 2000 ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങി. നോക്കണേ, ഒറിജിനൽ ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റിന് വില കുറവാണ്. ഡ്യൂപ്ലിക്കേറ്റ് യേശു, ഡ്യൂപ്ലിക്കേറ്റ് ആത്മാവ്, ഡ്യൂപ്ലിക്കേറ്റ് സുവിശേഷം. ഈ രാത്രിയിൽ ദൈവജനം അത് അറിയണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കുവാൻ വിളിക്കപ്പെട്ട നാം ഡ്യൂപ്ലിക്കേറ്റിനെ ആരാധിക്കരുത്. ഞാൻ ചോദിച്ചു, കർത്താവേ, മറ്റൊരു യേശു അതെങ്ങനെ മനസ്സിലാക്കണം? ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു. അത് പൗലോസിനോട് ചോദിച്ചാലേ അറിയാവൂ. പൗലോസ് പ്രസംഗിച്ച യേശു ആരാണ്? 1 കൊരിന്ത്യർ 1 അധ്യായം 23. 1 കൊരിന്ത്യർ 1 അധ്യായം 21. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആ ക്രിസ്തു യഹൂദന്മാർക്ക് ഇടർച്ച, ജാതികൾക്ക് ഭോഷത്വം. എന്നാൽ യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ സുവിശേഷത്താൽ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു എന്നല്ല പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
ക്രൂശിച്ചത് ക്രിസ്തുവിനെയാണ്. മതനേതൃത്വം യേശുവിനെ ക്രോസ് ചെയ്യുകയാണ്. മത്തായി സുവിശേഷത്തിൽ ഇനി വരുന്ന ദിവസങ്ങളൊക്കെ അത് നമ്മൾ ചിന്തിക്കുമല്ലോ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണോ? പറക. മഹാപുരോഹിതൻ ചോദിക്കുക. ഒരുപാട് ചോദ്യങ്ങൾക്ക് യേശു ഒന്നും ഉത്തരം പറഞ്ഞില്ല. പക്ഷെ ഇത് ചോദിക്കുമ്പോൾ ഉത്തരം പറയാതിരിക്കാൻ പറ്റത്തില്ല. മത്തായി സുവിശേഷം 26 അധ്യായം 62 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കും. മത്തായി 26:62 മുതൽ. മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട്, നീ ഒരു ഉത്തരവും പറയുന്നില്ലല്ലോ, ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്തെന്ന് അവനോട് ചോദിച്ചു. യേശുവും മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കുന്നു. കാരണം ഇവരൊക്കെ വലിയ അധികാരികളാണ്, ദൈവത്തിൻ്റെ അടുത്തിരിക്കണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ചോദിച്ചാൽ പിന്നെ എങ്ങനെ ഉത്തരം പറയാതിരിക്കും? യേശു അവനോട്, ഞാൻ ആകുന്നു. അതിൽ തന്നെ ഒരുപാട് അർത്ഥമുണ്ട്. അത്രയും പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ കർത്താവ് തൻ്റെ രണ്ടാം വരവും കൂടെ ചേർത്താണ് പറയുന്നത്. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമേറ്റി വരുന്നതും നിങ്ങൾ കാണും. മഹാപുരോഹിതനും വസ്ത്രം കീറി, ദൈവദൂഷണം, ഇവൻ തന്നെ തന്നെ ക്രിസ്തുവാക്കി. പൗലോസ് പറയുക, ഒരു കാലത്ത് ക്രിസ്തു വിരോധിയായിരുന്നവൻ, ക്രിസ്തു ശിഷ്യന്മാരെ നാശം ചെയ്തവനും ഉപദ്രവിച്ചവനും പറയുകയാണ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അത് എല്ലാം അംഗീകരിക്കുന്ന ഒരു ക്രിസ്തുവല്ല. യഹൂദന്മാർക്ക് ഇടർച്ചയായിരുന്നു, ജാതികൾക്ക് ഭോഷത്വമായിരുന്നു. വേറൊരു യേശുവാണ് ഇന്ന് പ്രസംഗിക്കപ്പെടുന്നത്. ഈ ലോകത്തിൻ്റെ നന്മകൾ നൽകുന്ന ഒരു യേശു, ഉയർച്ച നൽകുന്ന യേശു. അതതിൻ്റെ കൂടെ ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവും പ്രസംഗിക്കുന്നില്ല. വേറൊരു സുവിശേഷം, വേറൊരാത്മാവ്, കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി തരുന്ന ആത്മാവ്. ഇന്ന റോയിൽ ഇന്ന കളർ ഷർട്ടിട്ടിരിക്കുന്ന, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വെളിപ്പാട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എവിടെ? സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ ആർ പരിചയപ്പെടുത്തുന്നു? ഇന്ന് സത്യം പോയി, സത്യം വിട്ടുകളഞ്ഞു. ദൈവത്തിന്റെ വചനം സത്യമാണ്. സത്യമാം തിരുവചനം ശുദ്ധി വരുത്തിയിടും നിന്നെ, ശുദ്ധിയിൻ വഴി അതിൽ നടത്തും വചനം. നിത്യം നിന്റെ പാദങ്ങൾക്കു സത്യവെളിച്ചം തന്നിട്ട് ശുദ്ധതയിൽ ശുദ്ധ സ്ഥലത്ത് എത്തുവോളം തുണച്ചിടും. ഓടിവാ കൃപയാ നദിയരികിൽ. ഇന്ന് കൃപ 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 മാത്രം. സത്യത്തെ വിട്ടുകളഞ്ഞു. കർത്താവ് കൃപയും സത്യവും നിറഞ്ഞവനായി വന്നു. എന്തുകൊണ്ട്? കൃപയ്ക്ക് മാത്രം അമിത പ്രാധാന്യം നൽകുന്നു. സത്യത്തിന് മാറ്റമില്ലാത്തത് കൊണ്ടാണ് ദൈവം കൃപ കാണിക്കുന്നത് ആ സത്യത്തിലേക്ക് വരാൻ. ദൈവത്തിൻ്റെ കൃപയെ, ദൈവത്തിൻ്റെ ദയയെ അലക്ഷ്യമായെടുത്താൽ ശിക്ഷ ഭയങ്കരമാണ്. റോമർക്ക് ലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. റോമർ 2:4-5 വാക്യങ്ങൾ. ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു, നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് നീ അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും ദൈവത്തെ കുറ്റം പറയരുത്. ദൈവം എവിടെ കൂടെയെങ്കിലും ഓരോരുത്തർക്കും തന്റെ സത്യം അറിയിച്ചിട്ടുണ്ട്. 2 വർഷം വീട്ടിലടച്ചിട്ട് മാധ്യമങ്ങളിലൂടെ ദൈവത്തിന്റെ സത്യം ദൈവം അറിയിച്ചു. ഇനിയും അത് മൈൻഡ് ചെയ്തില്ലെങ്കിൽ അടുത്ത്
അനുതാപമില്ലാത്ത ഹൃദയത്താലും നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരുതിച്ചു വെക്കുന്നു. നിനക്ക് തന്നെ കോപം ചരുതിച്ചു വയ്ക്കുന്നു. 2000 വർഷമായി ദൈവം മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കളോട് ദൈവം സംസാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ പൊതുവായിട്ട് ദൈവം മിണ്ടാതിരിക്കുക. കാരണം ഇത് കൃപായുഗമാണ്. പറയേണ്ടതെല്ലാം പറഞ്ഞ് അവസാനം ഒരു വലിയൊരു സ്വാതന്ത്ര്യം കൂടെ കൊടുത്തു. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാറട്ടെ, നീതിമാൻ നീതി പ്രവൃത്തി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. കംപ്ലീറ്റ് ഫ്രീഡമാണ്. കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ്. ദൈവം കൂടെ കൂടെ കോപിക്കുന്നവനും കൂടെ കൂടെ സംസാരിക്കുന്നവൻ അങ്ങനെയല്ല. പറയേണ്ടതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ കൂടെ കൊണ്ട് അതെല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തി തരും. പക്ഷേ ദൈവത്തിൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നാം നിരസിച്ചാൽ കോപം വെച്ചിട്ടുണ്ട്. കോപ ദിവസം വെച്ചിട്ടുണ്ട്. ആ കോപ ദിവസത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിൻ്റെ സന്തോഷമുണ്ടോ? പരിശുദ്ധാത്മാവിൽ മാത്രമേ ദൈവഹിതപ്രകാരം ഒരു ജീവിതം ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവ കോപത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഈ ദുഷ്ടലോകത്തിൽ ദൈവേഷ്ടപ്രകാരം ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൽ മാത്രമേ നാം ശക്തരാകത്തുള്ളൂ, പ്രാപ്തരാകത്തുള്ളൂ. പരിശുദ്ധാത്മാവിൽ മാത്രമേ ദൈവപ്രസാദമുള്ള ഒരാത്മീക യാഗം നടത്തുവാൻ തക്ക പുരോഹിത വർഗമാകേണ്ടതിന് കർത്താവ് നമ്മെ പണിയത്തുള്ളൂ. ആ ജീവന്റെ ആത്മാവിനാൽ ഈ രാത്രികാലം എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ആത്മാവ് തരാതെ എന്നെ വിടരുതേ. ആ ദൈവസ്നേഹത്തിൻ്റെ ആത്മാവിനാൽ, ദൈവസ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. ഈ ലോകത്തിൽ ഒരു ജയജീവിതം ചെയ്യുവാൻ, ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ എന്നെ അതിനായി പ്രാപ്തീകരിക്കണമേ. പ്രാർത്ഥനയ്ക്കാട് നമുക്ക് ദയവായി എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ടിൻ്റെ ചില വരികൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പാടാം. അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ദൈവസ്നേഹമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ. ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകരുന്നു. അപ്പോൾ ദൈവസ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, അതാണ് നമ്മുടെ പ്രാർത്ഥന. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനമാരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിച്ചിടാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനമാരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഉണർന്നു ശോഭിച്ചിടാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. രസം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാടുമ്പോൾ. തുറന്നിടുക നീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുക. രസം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാടുമ്പോൾ. തുറന്നിടുക നീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി
ശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക. ഹല്ലേലൂയ. എല്ലാവരുടെ മേലും ഈ രാത്രിയിൽ ദാഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തിപ്പെടുത്തോപ്പാ. ശക്തികളെ ജീവിക്കും. ആമേൻ. കൃപയാ അഭിഷേകം പകർന്നിടുക പുതുശക്തി. ഹല്ലേലൂയ. ഈ ഗ്രൗണ്ടിൽ എല്ലാ ഭാഗങ്ങളിൽ സ്റ്റാളുകളിൽ ഇരിക്കുന്നവരിലും അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവ സ്നേഹത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ശക്തികളെ ജയിക്കും. ഹല്ലേലൂയ. Glory to God. Glory to God. കൃപയാലെന്നെ അഭിഷേകിക്കുക വിശുദ്ധിയോടായി ആത്മാവിനാലെ ശക്തിയാലെ കോട്ടകൾ തകർത്തിടുക. ഹല്ലേലൂയ. കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോടായി ആത്മാവിനാലെ ശക്തിയാലെ കോട്ടകൾ തകർത്തിടുക. ഹല്ലേലൂയ. അഭിഷേകം പകർന്നിടുക. ജീസസ്. കെട്ടുകൾ പൊട്ടട്ടെ. അന്ധകാരത്തിന്റെ കെട്ടുകൾ പൊട്ടട്ടെ. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ. അന്ധകാര ശക്തികളെ യേശുവിന്റെ നാമത്തിൽ. അന്ധകാര ശക്തികളെ ഓടിക്കുക. അഭിഷേകം പകർന്നിടുക. മുഖങ്ങളെ തകർക്കുന്ന അഭിഷേകം, അന്യായ ബന്ധനങ്ങളെ തകർക്കുന്ന അഭിഷേകം, അമിക്കാരികൾ പൊട്ടുന്ന അഭിഷേകം. അഭിഷേകം പകർന്നിടുക. ആരെയും തൊടാതെ വിടരുത്. ആരെയും തൊടാതെ വിടരുതപ്പാ. പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ജനാകൃതയാ. ആമേൻ. നിശ്ചയമായി അങ്ങയുടെ കൃപയാൽ ഞങ്ങൾ അതിനെ ജയിക്കും.